നമസ്കാരം. ഞാൻ സോണിയ അഭിലാഷ്. ഭക്ഷണശാലയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ഫ്രഷ് ഈന്തപ്പഴം കൊണ്ട് ഒരു അച്ചാർ ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. അതിനായി നന്നായി പാകമായിട്ടുള്ള പഴുക്കാൻ തുടങ്ങിയിട്ടുള്ള നല്ല ഈന്തപ്പഴം അടർത്തിയെടുത്ത് അതിൻ്റെ മുകൾ ഭാഗമൊക്കെ കട്ട് ചെയ്ത് നന്നായി കഴുകി ക്ലീൻ ആക്കിയതിന് ശേഷം ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായി നുറുക്കിയെടുക്കാം. അതിൻ്റെ സീഡൊക്കെ റിമൂവ് ചെയ്തതിന് ശേഷം ഒരു ഈന്തപ്പഴം 4 കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കാം. നന്നായി കുറച്ച് സമയം വെള്ളത്തിലിട്ട് നന്നായി തിരുമ്മി കഴുകിയതിന് ശേഷം വേണം എടുക്കാൻ. ഒരുപാട് പൊടി പിടിച്ചിട്ടുണ്ടാവും നമ്മളിത് ഈന്തപ്പഴത്തിൽ നിന്ന് അടർത്തിയെടുക്കുമ്പോൾ. ഇതുപോലെ മുറിച്ചെടുത്ത് വച്ചിട്ടുണ്ട്. ഇതിൽ നമുക്ക് ആവശ്യത്തിന് ഉപ്പും കായപ്പൊടിയും ചേർത്ത് പുറത്ത് തന്നെ ഒരു ഓവർനൈറ്റ് വച്ചേക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഈന്തപ്പഴത്തിൽ നന്നായിട്ട് കായപ്പൊടിയും ഉപ്പും ഒക്കെ പിടിച്ച് നന്നായിട്ട് ചെറുതായിട്ടൊന്ന് വാടിയിരിപ്പുണ്ടാവും. നന്നായി ഇത് നമുക്ക് മിക്സ് ചെയ്യാം. ഈന്തപ്പഴത്തിൻ്റെ കഷ്ണങ്ങളിലൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ടാവണം. ഇതിപ്പോൾ ഞാൻ നന്നായിട്ട് അടച്ച് മാറ്റി വയ്ക്കും. നാളെ രാവിലെ എടുത്ത് അച്ചാറാക്കും. അതാണ് നല്ലത്. അപ്പോൾ ഇന്ന് രാവിലെ ഇടുന്ന 2 മണിക്കൂറെങ്കിലും ഉപ്പും കായപ്പൊടിയും പുരട്ടി മാറ്റി വയ്ക്കണം. നമുക്ക് അടച്ച് മാറ്റി വയ്ക്കാം. ഇനി നമുക്കിത് അച്ചാറുണ്ടാക്കാം. അതിനായി ഞാനൊരു കടായി അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. ഒരു പാനിൽ കുറച്ച് വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അത് കുറച്ച് ശർക്കര ഒന്ന് മെൽറ്റാക്കി എടുക്കുന്നതെന്ന് ഉരുക്കിയെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ്. പാൻ ചൂടായി വന്നു. അതിലേക്ക് കുറച്ച് നല്ലെണ്ണ ഒഴിച്ചു. നല്ലെണ്ണയാണ് അച്ചാറിന് എപ്പോഴും നല്ലത്. ഓയിലൊന്ന് ചൂടായി വരുമ്പോഴേക്ക് അതിലേക്കൊരു 1/4 ടീസ്പൂൺ കടുക് ചേർക്കാം. കടുകൊന്ന് പൊട്ടാൻ തുടങ്ങി. നന്നായിട്ട് കടുക് പൊട്ടിയതിന് ശേഷം അതിലേക്ക് 1 ടീസ്പൂൺ അരിയെന്ന് നമ്മൾ ചോറുണ്ടാക്കാൻ ഉപയോഗിക്കുന്ന മട്ട റൈസ്, അത് 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. അരി നന്നായിട്ട് എല്ലാ അരിമണികളും നന്നായി ഒന്ന് പൊട്ടി വരണം. പൊട്ടി വരുമ്പോഴേക്ക് നല്ലൊരു മണം വരും. അരിയെല്ലാം മുരിഞ്ഞ് വന്നിട്ടുള്ള ഒരു മണം വരും. പൊരിഞ്ഞ് വന്നിട്ടുണ്ട്. അതിലേക്ക് 1 കഷ്ണം ഇഞ്ചി നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുള്ളത് അതുകൂടി ചേർത്ത് കൊടുത്തു. ഇനി ഒരു 7-8 അല്ലി വെളുത്തുള്ളി, അതും കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുള്ളത്. ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഒന്ന് മൂത്ത് വരണം. അപ്പോഴേക്കും നമുക്കിതിലേക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കും. പച്ചമുളക് ചെറിയ കഷ്ണങ്ങളായി നുറുക്കിയെടുത്ത് അതും കൂടി ഇട്ടെടുത്തു. ഇഞ്ചിയും പച്ചമുളകും ഒക്കെ കൂടെ ഒന്ന് ചെറുതായിട്ടൊന്ന് മൂത്ത് വരുമ്പോഴേക്ക് 2 കഷ്ണം വറ്റൽമുളക്, 1 വറ്റൽമുളക് മുറിച്ചത് കൂടി ഇട്ടെടുത്തു. നമുക്ക് ശർക്കര ഒന്നിടയ്ക്ക് ഇളക്കി കൊടുക്കാം. ശർക്കരയൊക്കെ നന്നായിട്ട് മെൽറ്റായി വന്നിട്ടുണ്ട്. അലിഞ്ഞ് വന്നാൽ മതി, ഒരുപാട് കുറുകാനൊന്നും നിൽക്കണ്ട. ഇഞ്ചി വെളുത്തുള്ളിയും അതുപോലെ തന്നെ കളർ ചേഞ്ചായി വന്നിട്ടുണ്ട്. അത്യാവശ്യം ചെറുതായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മുളക് പൊടി 2.5 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർക്കുന്നു. 1/2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും 2 ടേബിൾ സ്പൂൺ ചില്ലി പൗഡറുമാണ് ഞാൻ ചേർത്തത്. പൊടി ചേർക്കുമ്പോൾ ഫ്ലെയിം ഓഫാക്കുകയോ ലോ ഫ്ലെയിമിൽ വയ്ക്കുകയോ ചെയ്യണം. കരിഞ്ഞു പോകരുത്. കരിഞ്ഞു പോയാൽ അച്ചാറിന് ടേസ്റ്റ് ഉണ്ടാവില്ല. ഞാൻ ഫ്ലെയിം ഒന്ന് ഓഫാക്കിയിട്ടുണ്ട്. ഇതിലേക്ക് ഒരല്പം 1/4 ടീസ്പൂൺ ഉലുവ പൊടിച്ചതും കൂടി ചേർത്ത് കൊടുത്തു. പൊടിയൊക്കെ നന്നായിട്ടൊന്ന് റോസ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ശർക്കര ഒന്ന് അരിച്ചെടുത്തിട്ട് വരാം. പൊടിയൊക്കെ നന്നായിട്ട് റോസ്റ്റായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1 ചെറുനാരങ്ങ വലിപ്പത്തിനുള്ള പുളി ചെറിയ ചൂടുവെള്ളത്തിലിട്ട് പിഴിഞ്ഞ് ഞാൻ വച്ചിട്ടുള്ളത് അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പുളിയും ശർക്കരയും ഏതാണ്ട് ഒരേ അളവിൽ വേണം ചേർക്കാൻ. ആ എരിവും പുളിയും ഉപ്പുമൊക്കെ കൂടി ചേരുമ്പോഴാണ് നമ്മുടെ അച്ചാറിന് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക.
ഇതിലേക്ക് ഉരുക്കി അരിച്ചെടുത്തിട്ടുള്ള ശർക്കര കൂടി ചേർത്ത് കൊടുത്തു. ഇതിന് നന്നായിട്ട് തിളച്ച് കുറുകി വറ്റി എണ്ണയൊക്കെ തെളിഞ്ഞ് വരണം. ഹൈ ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ട് തിളച്ചതിന് ശേഷം തീ കുറച്ച് വെച്ച് വറ്റിച്ചെടുക്കണം. ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പിടുമ്പോൾ ശ്രദ്ധിക്കണം, ഈന്തപ്പഴം നമ്മൾ ഉപ്പും കായപ്പൊടിയും ചേർത്താണ് വച്ചിട്ടുള്ളത്. നന്നായി തിളച്ച് കുറുകി വറ്റി വരണം. ഫ്രഷ് ഈന്തപ്പഴം അച്ചാർ നല്ല ടേസ്റ്റുള്ളൊരു അച്ചാറാണ്. പക്ഷേ ഇത് നാട്ടിലൊക്കെ എല്ലായിടത്തും അവൈലബിൾ അല്ല എന്നറിയാം. എങ്കിലും ഈന്തപ്പഴം കിട്ടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു അച്ചാർ ഉണ്ടാക്കി നോക്കണം. എല്ലാവർക്കും ഇഷ്ടപ്പെടും. നന്നായിട്ട് മസാല കുറുക്കിയെടുക്കണം. കാരണം ഇത് നമ്മൾ വച്ചേക്കുന്ന ശർക്കര നന്നായിട്ട് കുറുകിയതിന് ശേഷം ഇതിലേക്ക് ഒഴിക്കാമെന്ന് വിചാരിക്കേണ്ട. ഈ മസാലയിൽ കിടന്ന് നന്നായിട്ട് തിളച്ച് കുറുകി വറ്റി വരുമ്പോഴാണ് ആ ടേസ്റ്റ് ഉണ്ടാവുക അച്ചാറിന്. നന്നായിട്ട് തിളച്ച് വറ്റി വന്നിട്ടുണ്ട്. കുറച്ച് ടൈം എടുക്കും വറ്റി വരാൻ വേണ്ടിയിട്ട്. ഇതിലേക്ക് നമുക്ക് 2 ടീസ്പൂൺ സുർക്ക വിനാഗിരി കൂടി ചേർത്ത് കൊടുത്തു. വിനാഗിരിയും കൂടി ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് തിളച്ച് കുറുകി വരട്ടെ. അത്യാവശ്യം നല്ല തിക്ക് ഗ്രേവി ആയതിനു ശേഷം മാത്രം നമ്മുടെ അരിഞ്ഞു വെച്ചിട്ടുള്ള ഈന്തപ്പഴം ചേർത്താൽ മതി. അല്ലെങ്കിൽ ഈന്തപ്പഴം ഇട്ടതിന് ശേഷം ഫ്ലെയിം അപ്പം തന്നെ ഓഫാക്കണം. അല്ലെങ്കിൽ അത് വെന്ത് പോയി കഴിഞ്ഞാൽ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. നന്നായി തിളച്ച് കുറുകി എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല വറ്റി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ചെറിയ കഷ്ണങ്ങളായി നുറുക്കി വെച്ചിട്ടുള്ള ഈന്തപ്പഴം ചേർത്ത് കൊടുക്കാം. ഉപ്പും കായപ്പൊടിയും ചേർത്ത് വെച്ചിട്ടുള്ള ഈന്തപ്പഴം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈന്തപ്പഴം ഇതിലേക്ക് ചേർത്ത് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ അടുപ്പ് ഓഫാക്കണം. പിന്നെ തിളയ്ക്കരുത്. തിളച്ച് പോയി കഴിഞ്ഞാൽ അച്ചാർ നന്നാവില്ല. നമുക്കിതിലേക്ക് ഇട്ടെടുക്കാം. ഞാൻ അടുപ്പ് ഓഫാക്കിയിട്ടുണ്ട്. ഇനി നന്നായിട്ട് ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്കിത് നന്നായി തണുത്തതിന് ശേഷം ഒരു ജാറിലേക്ക് മാറ്റി കുറഞ്ഞത് ഒരാഴ്ചയെങ്കിലും വയ്ക്കണം. എങ്കിൽ മാത്രമേ ഇതിൻ്റെ കഷ്ണങ്ങളിലേക്ക് ഉപ്പും പുളിയും എരിവും മധുരവും ഒക്കെ പിടിച്ച് നല്ല പാകമായിരിക്കത്തുള്ളൂ. പഴുക അച്ചാറിന് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ പച്ച ഈന്തപ്പഴം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും ഈ അച്ചാർ ഉണ്ടാക്കി നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു റെസിപ്പിയുമായി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. താങ്ക് യു.